സുഹൃത്തുക്കളെ, നമ്മുടെ തൃശ്ശൂർ പിടിച്ചെടുക്കാൻ നടക്കുന്ന സുരേഷ് ഗോപി ചേട്ടൻ ഒരു ഭയങ്കര ഷോവനിസ്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ പറഞ്ഞപ്പോഴേ എനിക്ക് ഒരുപാട് തെറി കിട്ടിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഞാൻ വീണ്ടും പറയുന്നു, സുരേഷ് ഗോപി ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം വെറും ഒരു ഷോവനിസ്റ്റ് ആണ്. അധികാരമില്ലെങ്കിലും BJP രാഷ്ട്രീയം കൃത്യമായിട്ട് തലയ്ക്ക് കയറിയ ആ ഒരു അധികാരം കൃത്യമായും തലയ്ക്ക് ഉള്ളിലുള്ള, ഒപ്പം തന്നെ ആ ഒരു BJP രാഷ്ട്രീയത്തിന്റെ ഒരു ഫാസിസം ഫനാറ്റിസം ഒക്കെ കൃത്യമായിട്ടും ഇവരെ തലയ്ക്കുള്ളിൽ നല്ലപോലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമായിട്ട് മാറുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിപ്പോ ആളുകളൊക്കെ വിചാരം ഈ ഒരു മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ സ്വന്തം കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്ത് നൽകുന്നതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം എന്തെങ്കിലും സഹായം നൽകലൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ഒരു കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു ഫ്രോഡ് പരിപാടി ഉണ്ടല്ലോ, അതിനെ പോലൊക്കെ തന്നെ കൃത്യമായി നടത്താൻ കഴിയുന്ന സംഗതി മാത്രമാണ്. അതല്ലാതെ അതിന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, സുരേഷ് ഗോപി ഒരു നന്മ പട്ടം ഇങ്ങനെ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൂർദ് മാതാവിന് കൊണ്ടുപോയിട്ട് കിരീടം വെക്കുന്നു. ആ കിരീടം വെക്കുന്നതോട് കൂടിയിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ തനിക്ക് കിട്ടുമെന്ന് ഈ പാവം സുരേഷ് ഗോപി ചേട്ടൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ അങ്ങും ഇങ്ങുള്ള ആളുകളൊക്കെ നടന്നു മോടിപ്പോയിട്ടൊക്കെ സഹായിക്കുന്നു. സ്വന്തം മകളുടെ കല്യാണത്തിന് ഓടിപ്പാഞ്ഞടക്കുന്നത് ഏതൊരു അച്ഛനും ചെയ്യുന്നതാണ്. പക്ഷെ അതുപോലെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് മകളുടെ കല്യാണത്തിന് ഓടി നടന്ന് കാര്യങ്ങൾ നടത്തുന്ന സുരേഷ് ഗോപി എന്നൊക്കെ ഭയങ്കര ഒരു അച്ഛൻ പട്ടം ആ ഒരു മനുഷ്യൻ നേടിക്കൊടുക്കുന്നു. എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിലും വേറെ രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. വെയ്യാത്ത കാലും വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുത്തെ കിളികൾക്ക് മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തോളം നന്മയുള്ള വേറൊരു മനുഷ്യനില്ല എന്ന് അങ്ങോട്ട് പാടി പുകഴ്ത്തുന്നതിന്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇപ്പോ തന്നെയാണ് ഒരു വലിയ സംഭവം ഉണ്ടായത്. ഇദ്ദേഹം ഏതൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഈ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വരുന്നു, സിന്ധു എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേര്. അവരുടെ മകന് എന്തൊരു അസുഖമുണ്ട്, ഒരു വലിയ ചികിത്സ, ഒരു വലിയ പണം ആവശ്യമുള്ളതാണ്. അവർ താമസിക്കുന്ന കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള മലയാളിയാണ്. സുരേഷ് ഗോപി ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി കേട്ടറിഞ്ഞു വന്നതായിരിക്കണം ഈ പാവം അമ്മയെ. ആ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് സഹായം ചോദിക്കുകയാണ്. ഈ സഹായം ചോദിച്ച സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നന്മ മരത്തിൽ നിന്ന് കിട്ടിയ ഉത്തരം, നിങ്ങൾ പോയിട്ട് ഗോവിന്ദ മാഷ കണ്ടോ? ഇതൊരു ആക്ഷേപ വർത്താനമാണ്, ഒരു കളിപ്പിച്ചുകൊണ്ടുള്ള വർത്താനാണ്. ഇനി ഗോവിന്ദ മാഷ കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നത് തോൽവി ഇപ്പൊ തന്നെ ആ ഒരു മനുഷ്യൻ രുചിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് താൻ നിന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും താൻ തോറ്റു കഴിയും. ഈ ഗോവിന്ദമാഷ എന്താന്ന് അല്ലെങ്കിൽ ആരാന്ന് പോലും ഈ പാവം സ്ത്രീക്ക് അറിയില്ല. അവർ ചോദിക്കുന്ന ആരാണത്, ഗോവിന്ദമാഷ ആരാണെന്ന് അറിയാതെ ഈ ഒരു പാവം സ്ത്രീ ചോദിച്ചു പോകുന്ന ഒരു ഡയലോഗ് കൂടി അതിന്റെ ആ ഒരു വീഡിയോയുടെ അവസാനം കാണാനുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞാല് തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അപാര നന്മയുള്ളത് കൊണ്ടൊന്നല്ല ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ ലൂർദ് മാതാവിന് കൊടുത്ത ആ ഒരു സ്വർണ്ണ കിരീടത്തിൽ സ്വർണ്ണമില്ല, അത് ചെമ്പാണെന്നുള്ളൊരു വാദഗതി കൂടി ഇപ്പോ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഗോവിന്ദ മാഷ്ക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഗോവിന്ദ മാഷോട് പറഞ്ഞാൽ മതി എന്നുള്ള ആ വർത്തമാനം നമ്മുടെ കേരളം ഏറ്റെടുത്തു പോലെ കേട്ടോ. അത് ഗോവിന്ദ മാഷ് തന്നെ ഏറ്റെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ചികിത്സ പരിപൂർണമായിട്ട് ഏറ്റെടുക്കാമെന്ന് കേരളം ഉറപ്പ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ടുണ്ട്, ആ ഒരു അമ്മയെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗോവിന്ദ മാഷ് കൂടി പോസ്റ്റിട്ടുണ്ട്. ശരി, ഗോവിന്ദ മാഷ്ക്ക് പറഞ്ഞോളുന്നപ്പോ ശരി, ഗോവിന്ദ മാഷ് കേട്ടിരിക്കുന്നു. ഗോവിന്ദ മാഷ് ഇനി ആ കാര്യങ്ങളൊക്കെ ചെയ്തോളാം തന്നെ ഒരു ഉറപ്പ് കൂടി കൊടുക്കപ്പെട്ടിരിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്, എന്ത് ധൈര്യത്തിലാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ഇത്തരം ആളുകൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ എന്ത് രാഷ്ട്രീയത്തിന്റെ പുറകില് എന്ത് രാഷ്ട്രീയമാണ് ഇവരെല്ലാം ഉയർത്തിപ്പിടിക്കുന്നത്, ഇവരുടെ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരം ആളുകൾക്കൊക്കെ വോട്ട് കൊടുക്കുന്നത്. ഞാൻ ആണ് തൃശ്ശൂരുകാരനെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാൻ സുരേഷ് ഗോപിക്കല്ല വോട്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് അടുത്ത ജന്മമെങ്കിലും എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം, ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. പൂണൂലിടാവുന്ന ബ്രാഹ്മണനായി ജനിക്കുകയും അങ്ങനെ ബ്രാഹ്മണനായി ജനിച്ച് എനിക്ക്
ശബരിമലയിൽ പൂജ നടത്തണമെന്നുള്ള ആഗ്രഹമാണ് ഈ ഒരു മനുഷ്യൻ. ഈ ഒരൊറ്റ വാക്കോടുകൂടി അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു വേർതിരിവ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പൂണൂലിട്ട ബ്രാഹ്മണർക്ക് മാത്രമാണ് കേരളത്തില് ഒരു വലിയ നിലയും വിലയും കിട്ടുന്നുള്ളൂ, അവർക്ക് മാത്രമാണ് ദൈവത്തിനെ പൂജിക്കാനും മറ്റൊക്കെ അവകാശമുള്ളൂ, മറ്റുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും അധകൃത എന്ന രീതിയിൽ മാത്രം കാണപ്പെടുന്ന ആളുകളാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇങ്ങനെ ഉയർന്ന ജാതി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഉയർന്ന ജാതിക്കാരന് ഒപ്പം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ആൾക്ക് എങ്ങനെയാണ് ജനാധിപത്യ ബോധം ഉണ്ടാവുക? ഈ ഒരു ചങ്ങാതിക്ക് ഇലക്ഷൻ കിട്ടി ജയിച്ചതിന് ശേഷം എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് ആളുകളൊക്കെ നോക്കിക്കോളൂ. ഇദ്ദേഹമൊക്കെ ആളുകളൊക്കെ ഇടപെടുന്ന രീതി, പോലീസുകാർ ഇടപെടുന്ന രീതി, സാധാരണക്കാർ ഇടപെടുന്ന രീതി, ആ ഒരു എത്രയോ കാലമായിട്ട് പോലീസ് വേഷം ചെയ്ത ആ ഒരു മനുഷ്യൻ ആ ഒരു വേഷത്തിൽ നിന്ന് ഇപ്പോഴും രക്ഷപ്പെടാത്ത പോലെയാണ് ഇദ്ദേഹത്തിന്റെ സംസാര ശൈലികളെല്ലാം. എന്തൊക്കെയായാലും അത് ആക്ഷേപിച്ചു വിട്ട ആ ഒരു പാവം അമ്മയ്ക്ക് നമ്മുടെ കേരളം ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മുടെ കേരളം എത്തിച്ചു നൽകും. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം കൃത്യമായിട്ട് രാഷ്ട്രീയം നോക്കിയ ആളുകളെ വിലയിരുത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇദ്ദേഹം BJP-കാരനാണ്, ഇയാളെ ജയിച്ചു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഇത്തരത്തിലുള്ള സഹായമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരുപക്ഷെ നിങ്ങൾ ഏതാ പാർട്ടി എന്നൊക്കെ ചോദിച്ചു കളയും. CPM ആണോ എങ്കിൽ ഗോവിന്ദ മാഷോട് ചോദിക്കൂ, കോൺഗ്രസ് ആണോ എങ്കിൽ സുധാകരനോട് പോയി ചോദിക്കൂ എന്നീ വർത്തമാനങ്ങളൊക്കെ ഈ ഒരു മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ അത് കേൾക്കാതിരിക്കണം തൃശ്ശൂരുകാരെ നിങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതും. ഇത് തോന്നലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് എനിക്ക് വലിയ അഭിപ്രായമല്ലേ, അത് പറയേണ്ടതല്ലേ. ബൈ.